കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ ടീമിനെ ആകെ ഉടച്ചു വാർക്കാൻ ഒരുങ്ങുകയാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ താരങ്ങളെ ആവശ്യമുള്ള ഒരു ടീം കൊൽക്കത്തയാണ്. 13 താരങ്ങളെ ഇനി വേണം. കാരണം അവർക്ക് നിലവിൽ 12 താരങ്ങളെ മാത്രമാണ് അവർ ടീമിൽ നിലനിർത്തിയത്. കയ്യിലുള്ള തുകയിലും ഏറ്റവും കൂടുതൽ 64.30 കോടി രൂപ കയ്യിലുണ്ട്. നേരത്തെ പറഞ്ഞ 120 കോടിയിൽ ഇനി പകുതിയിൽ മുകളിൽ തന്നെ തുക കയ്യിലുണ്ട്. ഏറ്റവും കൂടുതൽ തുക കയ്യിലുള്ളതും കൊൽക്കത്തയ്ക്ക് തന്നെയാണ്. കാരണം അവരുടെ വലിയ താരങ്ങളെയൊക്കെ തന്നെ അവർ മാറ്റി കൊണ്ട് തന്നെയാണ് ടീം ഉടച്ചു വാർത്ത് വരികയാണ്. നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തുമ്പോൾ മലയാളികൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. സഞ്ജു സാംസണെ എത്തിച്ചു എന്നത് തന്നെയാണ് എല്ലാവരും വലിയ സന്തോഷത്തോടെ കാണുന്നത്. ഇത്തവണത്തെ സീസണെ നോക്കി കാണുന്നത് ചെന്നൈക്ക് സഞ്ജു സാംസണെ 4 കോടി കയ്യിലുണ്ട്. അതോടൊപ്പം ആവശ്യമുള്ളത് 9 താരങ്ങളാണ്. സഞ്ജുവിനെ എത്തിച്ചത് വലിയ ആവേശത്തോടെ തന്നെ സ്വീകരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രധാന താരങ്ങളായ രവീന്ദ്ര ജഡേജ, അതോടൊപ്പം സാം കരൺ ഉൾപ്പെടെയുള്ള ആളുകളെ അവർ കളഞ്ഞിട്ടുണ്ട്. മദീഷ പതിരാനെ ഉള്ള ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പകരക്കാരെ കണ്ടെത്തുക എന്നത് വലിയ ശ്രമം തന്നെയായിരിക്കും. അതാണ് ആ 9 താരങ്ങൾ അവരിലേക്ക് എത്തുക. 9 താരങ്ങളെയാണ് എത്തിക്കാനുള്ള ശ്രമം നടക്കുക. സൺറൈസേഴ്സ് ഹൈദരാബാദ് അല്പം പ്രതിസന്ധിയിൽ തന്നെയായിരിക്കും സൺറൈസേഴ്സ് ഉണ്ടാകുക. കാരണം വെടിക്കെട്ട് ബാറ്റർമാരെയൊക്കെ നിലനിർത്തി, പക്ഷേ 10 താരങ്ങളെ ആവശ്യമുണ്ട്. 25.5 കോടി മാത്രമാണ്. കയ്യിൽ കാശ് കുറവാൻ തോന്നണം അല്ലേ? 25.5 കോടിയല്ലേ ഉള്ളൂ. തീർച്ചയായും കാശ് ഈ 10 താരങ്ങളെ എടുക്കാൻ ഇത് മതിയാകില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മുഹമ്മദ് ഷമി അടക്കമുള്ള പ്രധാന ബൗളർമാരെ കൈവിട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട ഒരു ശ്രമങ്ങൾ നടത്തുമായിരിക്കും. പരിഗണനയിൽ ആരൊക്കെ പേരാ കേൾക്കുന്നത് സൺറൈസേഴ്സിൽ പ്രധാനമായിട്ടും? ആ അർത്ഥത്തിലല്ല, നമ്മൾ വരുന്ന താരങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഇവർക്ക് എന്തായാലും ഒരു ഇന്ത്യൻ ബൗളറെ അവർക്ക് ആവശ്യമുണ്ടാകും. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്നുള്ള ഇന്ത്യൻ ബൗളർമാരിലെ ഒരു ശ്രമമായിരിക്കും നടത്തുക. 77 സ്ലോട്ടുകളാണ് ആകെ ഒരു ടീമിനുണ്ടാകുക. നമുക്ക് ഇതിൽ തന്നെ 350 താരങ്ങളുണ്ട് വിവിധ തലത്തിലായി. അതായത് 2 കോടി മുതൽ താഴേക്ക് 30 ലക്ഷം വരെ അടിസ്ഥാന വിലയുള്ള താരങ്ങളിൽ വിവിധ താരങ്ങളുണ്ട്. അതിൽ അവർ സ്വാഭാവികമായി അവർക്ക് നല്ല ഒരു ഇന്ത്യൻ ബൗളിംഗ് ഓപ്ഷൻസ് എന്തായാലും മുഹമ്മദ് ഷമിക്കൊക്കെ ഒരു പകരക്കാരെ തേടേണ്ടി വരും ഹൈദരാബാദിൽ.